AD 79 കാലത്ത് ഇറ്റലിയുടെ തെക്കൻ തീരത്ത് നാപ്പിൾസ് ഉൾക്കടലിന് സമീപം സമ്പന്നവും തിരക്കേറിയതുമായ നഗരമായിരുന്നു പോംപെ. ആയിരക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരുന്ന ആ നഗരത്തിൽ വ്യാപാരികളും കർഷകരും കരകൗശല തൊഴിലാളികളുമൊക്കെ താമസിച്ചിരുന്നു. കുട്ടികളും കുടുംബങ്ങളും സമ്പന്നരും അടിമകളും സാധാരണ മനുഷ്യരും ഒക്കെ അടങ്ങുന്നതായിരുന്നു ആ വലിയ സമൂഹം. അവരുടെ ജീവിതം പതിവ് പോലെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അവരുടെ തൊട്ടടുത്ത് മൗണ്ട് വെസൂവിയസ് എന്ന ഒരു ഭീമൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഉണരുമ്പോൾ അവരുടെ നഗരം ചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോലും കഴിയാതെ അവസാനിക്കുമെന്ന് അവർക്കറിയില്ല. പോംപെയ് ഒരു ചെറിയ ഗ്രാമമായിരുന്നില്ല, മറിച്ച് റോമൻ സാമ്രാജ്യത്തിലെ പരിഷ്കൃതമായ നഗരങ്ങളിലൊന്നായിരുന്നു. അവിടെ വ്യാപാരവും കൃഷികളും വിനോദങ്ങളും വിരുന്നുകളും സമ്പന്നമായ വീടുകളും തിയേറ്ററുകളും അടക്കം ആധുനിക മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ നഗരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ നഗരവും വീടും പ്രൗഢികളും ഒക്കെ എത്ര ഉണ്ടായാലും മനുഷ്യൻ സുരക്ഷിതനാണോ, നാളെ എന്ന ദിവസത്തെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന കാര്യവും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. മൗണ്ട് വെസൂവിയസ് ഒരു സാധാരണ മലയായിരുന്നില്ല, അത് അഗ്നിപർവ്വതമായി. മൗണ്ട് വെസൂവിയസിന്റെ വിസ്ഫോടനത്തിന് മുൻപ് പ്രദേശത്ത് ചലനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പുരാതന രേഖകളും പുരാവസ്തു തെളിവുകളും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്കത് വലിയൊരു മുന്നറിയിപ്പാണ് എന്ന് മനസ്സിലായിരുന്നില്ല. ചിലപ്പോൾ ജീവിതത്തിലും മുന്നറിയിപ്പുകൾ വരും. ശരീരം നൽകുന്ന മുന്നറിയിപ്പും മനസാക്ഷി നൽകുന്ന മുന്നറിയിപ്പും ദൈവവചനം നൽകുന്ന മുന്നറിയിപ്പും ഒക്കെ അത്തരം ചിലതാണ്. പക്ഷേ നാം അത് കേൾക്കാറുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നു. മൗണ്ട് വെസൂവിയസ് പൊട്ടിത്തെറിച്ച് ആകാശത്തേക്ക് ഉയർന്നു. പുകയും ചാരവും കല്ലുകളും വാതകങ്ങളും നിറഞ്ഞ ഒരു ഭീമൻ ഗോളമായി അത് മാറി. ആകാശത്തേക്ക് തീ എറിയുന്നത് പോലെ അത് പോംപെയുടെ മുകളിൽ ഒരു കൂറ്റൻ കറുത്ത മേഘം പോലെ പുക കൊണ്ട് നഗരത്തെ മൂടി. റോമൻ എഴുത്തുകാരനും അഭിഭാഷകനും ഭരണാധികാരിയുമായിരുന്നു പ്ലീനി ദ യങ്. അദ്ദേഹം ദൂരെ ഇരുന്ന് സംഭവങ്ങൾ നിരീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിവരണങ്ങളിൽ അസാധാരണമായ ആ മേഘത്തെക്കുറിച്ചും പുകപടലങ്ങളെക്കുറിച്ചും ഭയന്നോടുന്ന മനുഷ്യരെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകലായിരുന്നു ആ സ്ഫോടനം നടന്നത്, പക്ഷേ നഗരത്തിൽ രാത്രി പോലെ ഇരുട്ടായി. ചാരം ആകാശത്തു നിന്നും പെയ്തു. വീടുകളുടെ മേൽക്കൂരകളിൽ ചാരം അടിഞ്ഞുകൂടി. ചില കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി. അവിടെ നിന്നെല്ലാം മനുഷ്യൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ടായി. എന്നാൽ ഏറ്റവും ഭയാനകമായത് പിന്നാലെ വരുന്നതേ ഉണ്ടായിരുന്നു. പൈറോക്ലാസ്റ്റിക് ഫ്ലോ. അത് അഗ്നിപർവ്വതത്തിന്റെ ചെരുവിലൂടെ അതിവേഗം താഴേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. കടുത്ത ചൂടുള്ള വാതകങ്ങളും ചാരവും പാറ കഷ്ണങ്ങളും അടങ്ങുന്ന പ്രവാഹം. അതിന്റെ താപനില മനുഷ്യ ജീവിതത്തിന് താങ്ങാനാവാത്ത അത്രയും ഉയർന്നതായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പോംപെയിലെ വീടുകൾ, കടകൾ, വീഥികൾ, ആരാധനാലയങ്ങൾ എല്ലാം ചാരത്തിന്റെയും അഗ്നിപർവ്വത വസ്തുക്കളുടെയും അടിയിൽ മറഞ്ഞു. ആ മഹാദുരന്തത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പുരാവസ്തു ഗവേഷകർ പോംപെയെ കുഴിച്ചെടുക്കുവാൻ തുടങ്ങി. അവിടെ അവർ കണ്ടത് അവിശ്വസനീയമായ കാഴ്ചകളായിരുന്നു. മനുഷ്യരുടെ ശരീരങ്ങൾ പൂർണ്ണമായും നിലനിന്നിരുന്നില്ല. ചാരത്തിനുള്ളിൽ രൂപപ്പെട്ട കേവിറ്റീസിൽ മനുഷ്യരുടെ ശരീരത്തിന്റെ ആകൃതി പതിഞ്ഞിരുന്നു. പുരാവസ്തു ഗവേഷകർ അവയിൽ പ്ലാസ്റ്റർ നിറച്ചപ്പോൾ അവസാന നിമിഷങ്ങളിൽ മനുഷ്യരൂപങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവർ ഒരിക്കൽ നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിരുന്നു. മനുഷ്യൻ എത്ര പുരോഗതിയിലേക്ക് കുതിച്ചാലും ഇന്നും അവന്റെ അടിസ്ഥാന സ്വഭാവം മാറിയിട്ടില്ല. വീട് പണിയുന്നു, സമ്പത്ത് ശേഖരിക്കുന്നു, പദ്ധതികൾ തയ്യാറാക്കുന്നു, നാളെ ചെയ്യുവാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. പക്ഷേ നാളെ നമ്മുടെ കയ്യിലാണോ? ഈ ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം നശ്വരമായതിനാൽ നിത്യത ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ് മനുഷ്യന് വേണ്ടത്. ബഹുസമ്പന്നനായ മനുഷ്യൻ കൃഷി ചെയ്ത് വലിയ വിളവുണ്ടാക്കി. വിളവ് ശേഖരിക്കുവാൻ കളപ്പുരകൾ പോരാ എന്ന് കണ്ടതിനാൽ കളപ്പുരകൾ പൊളിച്ച് വലുതാക്കണമെന്നും അതെല്ലാം വിറ്റ് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാമെന്ന് ആത്മകഥം ചെയ്തപ്പോൾ അവനെ ശകാരിച്ചുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞത്, ബോഷ, ഈ രാത്രിയിൽ തന്നെ നിന്റെ ജീവൻ നിന്നിൽ നിന്നും ചോദിക്കും. അപ്പോൾ നീ ഒരുക്കി വെച്ചത് ആർക്കായിരിക്കും എന്നാണ്. ഓഗസ്റ്റ് 24 എന്ന ദിവസത്തെ പോംപെയ് നഗരത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഈ വാക്യത്തിന്റെ പൊരുൾ തിരിച്ചറിയാതെ പോകുന്നത് വലിയ അബദ്ധം തന്നെയാണ്.